സൺഡേ കോൾഡ് കോൾ ചെയ്താൽ എന്തായിരിക്കും റെസ്പോൺസ്? ഇൻ കേസ് ആളും മറന്നു പോയാൽ ഓർക്കാനായിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. സൺഡേ കോൾഡ് കോൾ ചെയ്താൽ എന്തായിരിക്കും റെസ്പോൺസ്? ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്യാണ്. ഓൺ ദ വേ ആണ്, ഓൾമോസ്റ്റ് കടക്കിലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സോ ഇന്നത്തെ കോൾഡ് കോൾ വീഡിയോസ് ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് കരുതുക. കോൾഡ് കോൾ സൺഡേസിൽ എങ്ങനെ ഉണ്ടാവും റെസ്പോൺസ്, ആൻഡ് എ കണ്ടിന്യൂസ് കോൾ സീരീസ്. എത്ര കോളുകൾ കണക്ട് ആവുമെന്നോ എന്തൊക്കെയായിരിക്കും റെസ്പോൺസ് എന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഫസ്റ്റ് കോൾ വിളിച്ചാലോ? താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് വിളിക്കുക. The person you... Okay. So started with the call waiting. Let's see. Next call. ഹലോ. ദിൽജിത്ത് സർ. സർ ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ എൻ്റെ പേര് അജോ എന്നാണ്. സർ ഞാൻ വിളിക്കുന്ന മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. ഇത് ആക്ച്വലി ഒരു കോൾഡ് കോൾ ആണ് സർ. സർ 2 മിനിറ്റ് സംസാരിക്കാൻ ടൈം ഉണ്ടാവും? സൺഡേ ആണ്, ഐ നോ ദാറ്റ്. ഓക്കെ സർ, ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്നത് ഡിജിറ്റൽ ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. സാറിനൊരു വെറ്റിനറി ക്ലിനിക്ക് സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സർ? അജോ, എനിക്ക് ബേസിക്കലി ഡിജിറ്റൽ അസംബ്ലി സർവീസ് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്തുവാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതന്നെ. ആണോ? ഓക്കെ സർ, ഇതൊരു ക്ലിനിക് അല്ലേ, ഫിസിക്കലി റൺ ചെയ്യുന്ന ക്ലിനിക് അല്ലേ? ഓക്കെ, ഫിസിക്കലി റൺ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ ഡിജിറ്റലി ഉള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡിജിറ്റൽ ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഫ്രം സ്ക്രാച്ച് ഇപ്പോൾ ഫിസിക്കലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് അത് ഡിജിറ്റലിലേക്ക് വരുമ്പോൾ കുറെ പ്ലാറ്റ്ഫോംസ് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ആ പ്ലാറ്റ്ഫോംസിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ബ്രാൻഡിനെ എൻഗേജ് ചെയ്യുകയാണ് ആക്ച്വലി ഡിജിറ്റൽ ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഗൂഗിൾ മൈ ബിസിനസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, അതുപോലെ സാറിന് ആവശ്യമായിട്ടുള്ള ലീഡിന്റെ ജനറേഷൻ, സാറിന്റെ ടീമിന്റെ ട്രെയിനിങ് പോലുള്ള ആക്ടിവിറ്റീസിൽ പെർഫോം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഞങ്ങളുടേത്. എക്സാക്ട്ലി. സാറിന് ഒരു ഇൻഹൗസ് ടീം ഉണ്ടാവുന്ന പോലെ തന്നെ ആയിരിക്കും ആക്ച്വലി ഞങ്ങളുടെ ഒരു എൻറ്റയർ ടീം സാറിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒരു എക്സ്ക്ലൂസീവ് ടീം ഉണ്ടാവും സാറിന് വേണ്ടിയിട്ട്. അത് ലീഡ് ജനറേഷനിലാണെങ്കിലും ടെലികോളിംഗ് സർവീസ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിനകത്ത്. സാർ എവിടെയാ സാറിന്റെ ക്ലിനിക് എവിടെയാ വരുന്നത്? എന്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇതൊരു കോൾ ആക്ടിവിറ്റി ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി സാറിന്റെ ബ്രാൻഡിനെ കുറിച്ച് അനലൈസ് ചെയ്യാതെയായി വിളിക്കുന്നത്. ഞങ്ങൾക്ക് 2-3 സോഴ്സുകളുണ്ട്. ഒന്ന് ആക്ച്വലി ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ഡാറ്റാബേസിൽ നിന്നൊക്കെ നമ്മൾ നമ്പേഴ്സ് സോഴ്സ് ചെയ്യുന്നുണ്ട്. ക്ലിനിക് ഉണ്ട്, എല്ലാ സർവീസും ഉണ്ട്. മീറ്റിംഗ് വെക്കാൻ പറ്റുമോ? വൈ നോട്ട് സാർ എവിടെയാ ഉണ്ടാവുക? ക്ലിനിക്കിൽ വരാൻ പറ്റുമോ? ഷുവർ സാർ. ക്ലിനിക്ക് ആക്ച്വലി ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ? അതെ, കഴക്കൂട്ടത്താണ്. നെക്സ്റ്റ് വീക്കിൽ എന്നായിരിക്കും സാർ ഉണ്ടാവുക? നെക്സ്റ്റ് വീക്ക് വിളിച്ചാൽ 22 മുമ്പ് വേണം എന്തായാലും. ഇപ്പൊ ആക്ച്വലി ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്യുക. 16th 17th ആ ഒരു ടൈമിലാണ് ഞങ്ങൾ തിരിച്ചു വരിക. അപ്പൊ വന്നതിന് ശേഷം ഞാൻ സാറിനെ ഒന്ന് വിളിച്ചോട്ടെ? എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ സർ? വാട്സ്ആപ്പ് ബിസിനസ് നമ്പറിൽ നിന്ന് സാറിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്കുകൾ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരാമെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ടൈമിൽ ഞാനൊരു ഡിജിറ്റൽ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ സാറിനെ വന്ന് മീറ്റ് ചെയ്യാം. സാർ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് സാറിന് ഒരു 3 months റൺ ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് സാറിന് മനസ്സിലാവും. അപ്പം സാർ ഇപ്പൊ ചോദിച്ചതുപോലെ എന്റെ നമ്പർ കിട്ടി, നിനക്ക് എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടിയില്ലെന്ന് ചോദിച്ചതുപോലെ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സാറിന്റെ ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് പഠിച്ചിട്ട് വരാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടെ സാറിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പറ്റും. ബാക്ക്ഗ്രൗണ്ട് മീൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആണോ സാർ ചോദിക്കുന്നത്, അതോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്? ഞങ്ങൾ ആക്ച്വലി 10 years ആയി ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. 10 വർഷം മുമ്പ് മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ബാംഗ്ലൂരിലെ എലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2018 ആണ് നമ്മൾ കേരളത്തിൽ ആക്ച്വലി വന്നത്. ആ സമയത്താണ് ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് എന്നുള്ളത് കംപ്ലീറ്റ്ലി റീനെയിം ചെയ്ത് അതുപോലെ തന്നെ റീബ്രാൻഡ് ചെയ്ത് ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് വന്നത്. ആക്ച്വലി ബിസിനസ് അസംബ്ലിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ച്വലി ഒരു 4 വർഷത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പെർഫോം ചെയ്ത ടൈമിലാണ് മനസ്സിലാവുന്നത് ക്ലയൻസിന് മാർക്കറ്റിങ്ങിനേക്കാൾ ഏറെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മാനേജ് ചെയ്യാനും അതിലൊരു എൻഗേജ്മെന്റ് കൊണ്ടുവരാനാണ് പ്രോപ്പർലി അവർക്ക് റിക്വയർമെന്റ് ഉണ്ടാവുക. മാർക്കറ്റിംഗ് ചെയ്യും, കുറെ ലീഡ്സ് കിട്ടും, പക്ഷെ അതിൽ നിന്ന് ബിസിനസ് കൺവേർഷൻ നടക്കില്ല. അപ്പോൾ ക്ലയൻസിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ബിസിനസ് അസംബ്ലിംഗ് സർവീസസ് കൊണ്ടുവന്നത്.
അതിൽ ഞങ്ങൾക്ക് ഒരു ടെലികോളിംഗ് ടീമുണ്ട്. സാറിന് വരുന്ന എൻറ്റയർ ലീഡ്സ് ഇൻബൗണ്ടിങ് ആണെങ്കിലും ഔട്ട് ബൗണ്ടിങ് ആണെങ്കിലും നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ ടൈം പോലെ നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു. സൺഡേ ആയിട്ടും ഇത്രയും ടൈം സംസാരിച്ചതിന് താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. സോ ഗോട്ട് ദ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇൻ സെക്കൻഡ് കോൾ. കോളിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയി. നാക്കുടക്കി പ്രതീക്ഷിച്ച കാര്യങ്ങൾ അതുപോലെ വന്നില്ല. ആൻഡ് ഈവൻ യുനോ ഒത്തിരി ക്ലയൻസ് ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും ക്ലയന്റ് റെഫറൻസ് ചോദിച്ച ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു ക്ലയന്റിന്റെ പേര് വന്നില്ല. പറഞ്ഞ ക്ലയൻസ് ഒക്കെ അത്യാവശ്യം പ്രീമിയം ബ്രാൻഡുകളായതുകൊണ്ട് ആൾക്ക് വേണ്ടത് ആക്ച്വലി കുറച്ചുകൂടെ ചെറിയ ബിഗിനിങ് ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ക്ലയൻസാ. അങ്ങനെ ഒത്തിരി ക്ലയൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ബ്രാൻഡ് നെയിമും മനസ്സിലേക്ക് വന്നില്ല. സോ ഇതൊക്കെ ഇതിന്റെ പാർട്ടാണ്. പക്ഷെ ആ ക്ലയന്റ് ആക്ച്വലി ഹി വാസ് എ നൈസ് ഗായ്. അതുകൊണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു, എന്നെ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്തു, ടൈം തന്നു. ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുവദിക്കത്തില്ല. ബട്ട് ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അങ്ങനെ ചില നല്ല മനുഷ്യരുണ്ട്. അവർക്ക് ആക്ച്വലി നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെന്ന് തോന്നിയാൽ ദേ വിൽ ഹെൽപ്പ് അസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോളിൽ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം. സോ സൺഡേ കുറച്ച് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. കണ്ടിന്യൂ ചെയ്താലോ? ഇതേ നമ്മൾ മെയിൻ റോഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഒരു കോൾ ബാക്ക് വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ ആരാണെന്നറിയില്ല. എനിവേ എടുത്തു നോക്കാം. ഹലോ സാൻ, എന്തൊക്കെയുണ്ട് സാൻ വിശേഷം? ഞാൻ കുറച്ച് കോളുകളിൽ തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കാവോ അനി? അത് പേഴ്സണൽ കോൾ ആയിരുന്നു. സോ ലെറ്റ്സ് ട്രൈ തേർഡ് കോൾ. ഹലോ ആദിത്യൻ സാർ അല്ലേ? സർ ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ എന്റെ പേര് അജോ എന്നാണ്. സർ ഞാൻ വിളിക്കുന്നത് മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. സർ സൺഡേ ആണ്. സർ തിരക്കിൽ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ടൈം ഉണ്ടാവോ? ഓക്കെ സർ, ഒരു എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ സർ, ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാത്രമല്ല, ഒരു ഫിസിക്കലി റൺ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ എൻറ്റയർ ഡിജിറ്റൽ എൻഹാൻസ്മെന്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, അതുപോലെ ഡിജിറ്റലി ഉള്ള ലീഡ് ജനറേറ്റ് ചെയ്ത ലീഡ്സിന്റെ ഫോളോ അപ്പ്, അതുപോലെ തന്നെ വീഡിയോ പ്രൊഡക്ഷൻ, ടീമിന്റെ ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ എൻഗേജ് ചെയ്യുന്നത്. സാറിന്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് സാർ നോക്കുന്നുണ്ടായിരുന്നു? നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ വളരെ പെട്ടെന്നുണ്ടാവില്ല, സാധാരണ ഉണ്ടാവുള്ളൂ. എന്ത് പറ്റി സർ? സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളോ അതോ? അല്ല, നമ്മളിപ്പോ ഒരു 1.5 വർഷമായി. ഓക്കെ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മനസ്സിലായി സർ. എന്ത് കൈൻഡ് ഓഫ് സർവീസ് സർ എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാവല്ലോ, കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകൾ ലൈക്ക് ACCA ഒക്കെ പോലുള്ള അങ്ങനത്തെ? ഓക്കെ, ഫൈൻ. ഓക്കെ, കാലിക്കറ്റ് ബേസ്ഡ് ആണല്ലേ സർ? കണ്ണൂർ ബേസ്ഡ് ആണ്. ഓക്കെ, കണ്ണൂർ ഞങ്ങൾക്ക് ക്ലയൻസ് ഉണ്ട്. കണ്ണൂർ KVR ഗ്രൂപ്പ് ഒക്കെ ഞങ്ങളാ മാർക്ക്. അതെ, KVR ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ദന്തൽ ക്ലിനിക്ക്, പോപ്പി ഡെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ദന്തൽ ക്ലിനിക്ക് ഉണ്ട്. അതൊക്കെ ഞങ്ങളാ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് കണ്ണൂർ ഓഫീസ് ഇല്ല, ഞങ്ങൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമാണ് ഓഫീസ് ഉള്ളത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇതാണ് അല്ല സർ, നമുക്ക് 2 രീതിയിലും എൻഗേജ് ചെയ്യാം. സാറിന്റെ ബ്രാൻഡിന് ആക്ച്വലി എന്താണോ റിക്വയർമെന്റ് ആ രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാറിന്റെ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സാറിന് ഒരു 40 മെമ്പേഴ്സ് ഉള്ള അല്ലെങ്കിൽ 40 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ റിക്വയർമെന്റ്സ് എങ്കിൽ ഞങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ സാറിന് യൂസ് ചെയ്താൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പാക്കേജ് ഡെവലപ്പ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ സാറിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ സർവീസ് സപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേണം എന്നുള്ളത് നോക്കിയിട്ട് ആ കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, സാറിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ മൈ ബിസിനസ് ലിങ്കുകളൊക്കെ എനിക്കൊന്ന് തന്നാൽ ഞാനതൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഞങ്ങളൊരു ഡിജിറ്റൽ ഓഡിറ്റ് റിപ്പോർട്ട് റെഡിയാക്കും. അതായത് ഡിജിറ്റലി സാർ നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് സാറിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട്, ഇനി അതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടാവും. അത് ബേസ് മുതലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഗൂഗിളിലെ റിവ്യൂ വന്നിട്ടുള്ളത് മാനേജ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വരെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞങ്ങളുടെ സർവീസ് പറഞ്ഞോളൂ സർ.
ഞാനത് നാളെ ഒന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഷുവർ സോ, വൈ നോട്ട്. എനിക്കറിയാം സൺഡേ ആയതുകൊണ്ട് ഞാനും മടിച്ചാണ് വിളിച്ചത്. പക്ഷെ ഇതൊരു ട്രൈ ആയിരുന്നു. സൺഡേയില് കസ്റ്റമേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഷുവർ സർ, ഷുവർ, പ്ലീസ്. എന്റെ പേര് അജോ എന്നാണ്. ഞാൻ സാറിന് നാളെ ഒരു കോൾ ബാക്ക് അങ്ങോട്ട് തരാം. ഓക്കെ, ശരി സർ. താങ്ക് യു. അപ്പൊ നാളെ ക്ലയന്റിനെ വിളിക്കണം. എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിളിക്കുന്ന കാര്യം മറന്നു. പിന്നെ ഈ എഫേർട്ട് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആൻഡ് വൺസ് ക്ലയന്റിന് നമ്മളെ കുറിച്ച് ഒരു പോസിറ്റീവ് അല്ലാത്ത ഒരു ഇമ്പാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല. സോ അതിന് ഞാൻ 2 സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഈ കാര്യങ്ങൾ എന്നെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീം മെമ്പറെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഞാൻ ഈ കോൺടാക്ട് നമ്പർ അടക്കം ഷെയർ ചെയ്ത് കൊടുക്കും. നാളെ മോർണിംഗ് ഒരു റിമൈൻഡർ ഉണ്ടാവും. ഇൻ കേസ് ആളും മറന്നുപോയാൽ ഓർക്കാനായിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ടിക് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. സിമ്പിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ വൺസ് സെറ്റ് ചെയ്ത് വെക്കുന്ന ടാസ്ക്, ഒരു റിമൈൻഡർ, അതൊരു ടാസ്ക് ആയിട്ടാണ് അതിലേക്ക് ആഡഡ് ആവുക. ആ ടാസ്ക് വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ റിമൈൻഡേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റും, സ്നൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആക്കാൻ പറ്റും. വൺസ് നമ്മളുടെ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് എ നൈസ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ 4th കോൾ.